22 साल के पहले आए थे इधर केरल में, तो जब से इधर ही रहते हैं 6 साल 7 साल के लगभग दुकान चला रहे हैं ये डोसे की। मुझे हिंदी नहीं मालूम, മലയാളം बोलो മലയാളം ഞങ്ങൾ കേരളത്തിൽ വന്നിട്ട് 22 വർഷമായി. അങ്ങനെ വാ. പിന്നെ നമ്മൾ ഈ ദോശ കട തുടങ്ങിയിട്ട് നമ്മുടെ 7 വർഷം ആവാറായി. പിന്നെ ദോശ, ചമ്മന്തി, രസവട, മുളക് കറി, ആംലേറ്റ്, പപ്പടം എല്ലാം കിട്ടും. മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ത്? ദോശ. അത് നമ്മളെ കഴിപ്പിക്കുകയാണ്. യുപിക്കാരിയായ, അത് ഉത്തർപ്രദേശുകാരിയായ നമ്മുടെ അത് നല്ലപോലെ മലയാളം പറയും കേട്ടോ, നല്ലപോലെ ഹിന്ദിയും പറയും. നമുക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. എന്തായാലും കടയിലെ വിശേഷങ്ങൾ കാണാം. നമ്മൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ട്? ഇവിടെ ചേട്ടന് ജോലി ഉണ്ടായിരുന്നേ ഇവിടെ താഴെ ഗ്ലാസ് കടയിൽ. പിന്നെ അവിടെ വച്ച് കൈ മുറിഞ്ഞ് സർജറി ആയി. 68 തയ്യലുണ്ട് ചേട്ടന് കൈക്ക്. ഇപ്പോൾ ഒന്നും ഗ്ലാസ് എടുക്കാനൊന്നും പറ്റൂല. അങ്ങനെ നമ്മൾ ഈ കട തുടങ്ങി. എങ്ങനെ ഈ ദോശയിലേക്ക് എത്തിപ്പെട്ടു? ഞാൻ കഷ്ടകാലം വന്നപ്പോൾ ഇത് പഠിച്ചേ പറ്റും. അങ്ങനെ പഠിച്ച് ആൾക്കാരെ പഠിപ്പിച്ച്. വീട്ടിലപ്പോ എന്താ ദോശയാ? വീട്ടില് ദോശയല്ല, ചപ്പാത്തി. പഠിച്ചോ? ദോശ, ചമ്മന്തി, രസവട, ആംലേറ്റ്, ഉൾസ, രസം, പപ്പടം, മുളക് കറി. സ്കൂളിൽ പോക്കില്ലേ ഇവിടെ? രണ്ടിലാ? അല്ല, വീട്ടിലെങ്ങനെ ഹിന്ദി സംസാരിക്കുക? അല്ലെങ്കിൽ മക്കളൊക്കെ മലയാളം? നമ്മള് കേരളീയ മാറി. എന്നെ കൊള്ളാവോ നമ്മളെ കേരളം? ഓ കൊള്ളാം, കേരള നല്ല കൊള്ളാം. സമാധാനമുണ്ട്. പിന്നെ മുളക് കറി ഇത്തിരി വേണം കേട്ടാ. 3 മുളക് കറി വേണോ? 3 മുളക് കറി ഉണ്ടോ? അത് കൊള്ളാമല്ലോ. ഇതാണ് നമ്മുടെ ഉള്ളി മുളക് കറി. എല്ലാവർക്കും ഇഷ്ടമാണോ? ഇത് ഇഷ്ടമുള്ള സാധനമാണ്. ഇതിന് വേണ്ടിയാണ് ആൾക്കാർ വരുന്നത്. ഇതാണ് തക്കാളി മുളക് കറി, ഇതാണ് പുതിന മുളക് കറി. എല്ലാവർക്കും ഇഷ്ടമാണോ? മലയാളമാണോ ഹിന്ദിയാണോ സുഖം പറയാൻ? മലയാളം. ഒരു പാട്ട് എടുത്ത മലയാളത്തില് മക്കളെ എങ്ങനെ? അറിയില്ല. മഞ്ഞ് പെയ്യണ, മണ്ണ് കുളിരാണ്, മഞ്ഞത്ത് തണുക്കാണ്. കുടയില്ലാത്ത കുട്ടികൾ. ഹിന്ദി പാട്ട് അറിയോ? ഹിന്ദി അറിയോ? മകനുണ്ടല്ലേ? മകനുണ്ട്. അവന് കോളേജ് ഫസ്റ്റ് ഇയർ, യൂണിവേഴ്സിറ്റി ക്യാമ്പസില്. പാളയത്ത്. നമുക്ക് വേണ്ട ഭക്ഷണം നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ. സെൽഫ് സർവീസ് ആണ് കാര്യങ്ങൾ. 10 രൂപ ദോശ ചാർജ്, 3 തരം ചമ്മന്തി. നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വലിയുടെ SBI ബ്രാഞ്ച്, SBI ബാങ്കിൻ്റെ നേരെ മുന്നിലാണ്. വൈകുന്നേരം 7 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 11 മണി വരെ മാക്സിമം ഉണ്ടാവും. എല്ലാ ദിവസവും ഞായറാഴ്ച ഉണ്ട് അല്ലേ? എല്ലാ ദിവസവും. മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ രുചി പഠിച്ചെടുത്ത് നമുക്ക് വേണ്ട രീതിയിൽ വിളമ്പുകയാണ്. എന്തായാലും ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഭാഗത്ത് വന്നാൽ, വലിയ വന്നിട്ട് വൈകുന്നേരം വന്നാൽ നല്ല ദോശ കഴിക്കാം, നല്ല രസവാടിയും പപ്പടം കൂട്ടി അടിക്കാം. അതൊക്കെ ഞാൻ കഴിച്ചു പോട്ടെ. അപ്പോൾ വീണ്ടും എവിടെ വെച്ചെങ്കിലും പാക്കരാം. ഒരു ഹിന്ദിയിലൊരു സൈനോ പറഞ്ഞേക്കുവോ? ബൈ. बहुत ധന്യവാദ്. बहुत धन्यवाद. പോട്ടെ, ബൈ.